ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഇതേ കുറച്ച് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷാണ്. കോണുണ്ട്, അതുപോലെ കുറച്ച് ക്യാരറ്റ് ഉണ്ട്, കുറച്ച് ബീൻസ് ഉണ്ട്. അത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരച്ച് ചേർക്കും വേണം. കണ്ടോ, ഇത് ഒന്ന് വേപ്പിച്ചടിക്കും വേണം. നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. സൂപ്പ് വെച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഇട്ടെടുത്തിട്ടുണ്ട്. ഇച്ചിരി സവാള കുറച്ചിട്ട് വെക്കാൻ മതി. സവാള ചെറുതായി സവാള മുരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വേണം മുരിഞ്ഞത്. നമുക്കിതെല്ലാം ഇട്ടിട്ട് ഇതിൽ കുറച്ച് സ്പ്രിംഗ് ഒണിയനുണ്ട്, ഉള്ളിയുടെ ഇല, കുറച്ച് സമയം നമുക്ക് തന്നെ എണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കാം. ഞാൻ എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താണ്. അരിച്ചെടുത്തതാണ്. ഒന്ന് അരച്ച് എന്നിട്ടൊന്ന് അരിച്ചെടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ. കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കൊണ്ടുവന്നോട്ടെ. ഇപ്പം ഇതായി വന്നിട്ടുണ്ട്. ഒക്കെ വെന്ത് വന്ന് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇത് കൂവപ്പൊടിയാണ്. ഇത് കലക്കി എടുത്തതാണ്. ഉണ്ടോ, ഇതില്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇത് നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. നമ്മളെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ച് വെക്കാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത്ര കുറുക്കത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് നല്ല കുറുകിയത് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് വല്ലാതെ കുറുകുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഉണ്ടോ, ഇത് നമുക്ക് ഇറക്കി വെക്കാം. നല്ല പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് കുടിച്ച് നോക്കാം. ഇങ്ങനെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സൂപ്പ് വരെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ രീതിയിലാകുമ്പോൾ നമുക്ക് കുടിക്കാൻ നല്ല സുഖമുണ്ടാവും. നല്ല ലൈറ്റ് ചൂടിൽ ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ആക്കിയാൽ മതി. ഉണ്ടോ, കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇതൊക്കെ ഇപ്പോൾ സീസൺ അല്ലേ, അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി വാങ്ങിയിട്ട്. ഓക്കെ, ബൈ.